പകരണമേ കർത്താവേ. നിന്റെ മക്കൾ ഒന്നിച്ച് ഈ കൂട്ടായ്മയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ ശക്തി ഇവിടെ വെളിപ്പെടുവാൻ, അവിടുത്തെ ആത്മസാന്നിധ്യം കൊണ്ട് നിറയപ്പെടുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിന്റെ വലിയ ആത്മപകർച്ച പകരപ്പെടുവാൻ എന്റെ കർത്താവിന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ക്രിസ്തുവിന്റെ ചില ബന്ധനങ്ങൾ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകേണ്ടതിന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ഇന്ന് ജീവിക്കുന്ന ദൈവ അത്ഭുതം ചെയ്യുന്ന സർവശക്ത അടയാളം പ്രവർത്തിക്കുന്ന മഹാപരിശുദ്ധ ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നതിനായി ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വർഗത്തിന്റെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് നിറയ്ക്കേണ്ടതിനാ പ്രാർത്ഥിക്കുന്നത് കർത്താവേ. നീ ബലപ്പെടുത്തുന്ന ദൈവമാണ് കർത്താവേ, നീ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ഞങ്ങളുടെ ആവശ്യമതിയെ പ്രവർത്തിക്കുന്ന കർത്താവാണ്, ഞങ്ങളുടെ കൂടെ കടന്നു വരുന്ന ദൈവമാണ്, എല്ലാ ആവശ്യങ്ങൾക്ക് എന്റെ കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ചോദിക്കുന്നവർക്ക് അവന്റെ ധാരാളതയിൽ ഞങ്ങൾക്ക് വേണ്ട സകലതും നൽകുമെന്ന് അങ്ങ് പറഞ്ഞപ്പോൾ എന്റെ കർത്താവേ, ഞങ്ങൾ അതിൽ ആരാധിക്കുന്നപ്പാ. അവിടുത്തെ കൃപയെ പകരണമേ, അവിടുത്തെ സാന്നിധ്യത്തെ പകരണമേ, അവിടുത്തെ അഭിഷേകത്തെ പകരണമേ. ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ എല്ലാവരുടെ മേൽ ഇന്ന് കത്തി പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിറഞ്ഞ് കവിയുന്ന ഒരു ആത്മസാന്നിധ്യം ഇവിടെ കത്തി പടരേണ്ടതിനെ പ്രാർത്ഥിക്കുന്നത് എന്റെ കർത്താവേ. ഈ വെള്ളിയാഴ്ച ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ആത്മാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ അവിടുത്തെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടതെന്ന് അവിടുത്തെ പകർന്നു തരേണ്ടതിനാ പ്രാർത്ഥിക്കുന്നത്. കേൾക്കുന്ന വചന 100 മേനി 60 മേനി അത് ഫലം ചൂടാൻ തക്കവണ്ണ എന്റെ കർത്താവിന് ഇടയാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ ഇതാ തുറന്ന് ആരാധിക്കുന്ന കർത്താവേ, ആത്മാവിൽ ഒരു ആരാധന വെളിപ്പെട്ട് വരേണ്ടതിനാ പ്രാർത്ഥിക്കുന്നത്. ആത്മാവിൽ ഒരു ആരാധന ഞങ്ങളുടെ അകത്തേക്ക് കത്തി പടരേണ്ടതിനാ പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ ശക്തി ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞ് കവിയണമേ. ആരാധിക്കുന്നപ്പാ, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവിടുത്തെ ശക്തിയേറിയ അഭിഷേകം ഞങ്ങളുടെ മേൽ നിറഞ്ഞൊഴുകട്ടെ. യേശുവേ, നീ മഹത്വമെടുക്കുന്ന ദൈവമാ, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. Hallelujah, 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 hallelujah. ലോകത്തിൻ്റെതായ എല്ലാ ബന്ധനങ്ങളും ഇന്ന് ശരീരത്തെ വിട്ട് മാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തിന്മയുടേതായ സകല കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് ഭവനത്തിന്റെ അസമാധാനം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുടുംബത്തിൽ വലിയ ഐക്യതയെ, കുഞ്ഞുങ്ങൾ വലിയ ദൈവകൃപയിലേക്ക് വളരേണ്ടതിന് ഇത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഭവനത്തിൽ ഇരിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ. പ്രായം ചെന്നവരെയും രോഗികളെയും യേശുവിനെ കരുതിക്കണമേ. ഇപ്പൊ തന്നെ സൗഖ്യപ്പെടുത്തുക. ഇത് അടികൾ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങളെ ഉയർത്താൻ കർത്താവിന്റെ സന്നിധിയിൽ. കാരണം ഒരുക്കത്തോടെ ദൈവ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അകത്തേക്ക് ഈ വചനം കത്തിപ്പടരണം. കാരണം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം ചേതനയിലും സന്ധിമജ്ജകളിലും തുളച്ചു കയറണം. അതങ്ങ് കടന്നു ചെല്ലുമ്പോൾ അവിടെ ക്രിയ ചെയ്യപ്പെടണം. അത് രോഗമുള്ളവരാണെങ്കിൽ ആ രോഗത്തിന്റെ ബന്ധനങ്ങളെല്ലാം അവിടുന്ന് വിട്ടുപോകുവാൻ ഇടയാകുന്നത് അനുഭവപ്പെടാൻ കർത്താവ് ഈ സമയം ഇടയാക്കുക. കാരണം അവന്റെ വചനം അവിടെ അങ്ങനെ ക്രിയ ചെയ്യുന്നത്. യേശു കർത്താവിന്റെ ശിഷ്യന്മാര് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആ സുന്ദരം എന്ന കവാടത്തിൽ കടന്നു ചെന്നപ്പോൾ ഈ വചനം നസ്രാനായ യേശു ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരിക എന്ന് പറയുന്ന സമയത്ത് അവിടെ ആ ജീവിതത്തെ മാറ്റുന്ന ഒരു അനുഭവം. ജന്മനാ മുടന്തരായവന്റെ മുടന്തു മാറിയെങ്കിൽ ഇവിടെ വചനത്തിന് ഒരു ക്രിയ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്, അടയാളത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്, ബന്ധനങ്ങൾ അടിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്, കെട്ടുകൾ പൊട്ടിച്ചു മാറ്റുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങുന്നത് വചനം നമ്മുടെ ഉള്ളിലേക്ക് കത്തിപ്പടരാൻ ദൈവം ഇടയാക്കുക. ഈ അഭിഷേകത്തിലേക്കാണ് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഹല്ലേലൂയ. ഈ അഭിഷേകമാണ് കർത്താവ് നമുക്ക് തരാൻ ഇടവരുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ ഒരു വചനഭാഗം കൂടി നമുക്ക് പരിശോധിക്കാം. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വചനഭാഗം.
അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായം എന്ന് വിധിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഒരു കാര്യമാണ്. പറയാനൊരു കാരണമുണ്ട്. ദൈവാത്മാവിൽ നയിക്കപ്പെട്ട പത്രോസ് വലിയ ദൈവപ്രവൃത്തി നടത്തിയെന്ന് കണ്ടപ്പോ, പ്രത്യക്ഷമായ ഒരു അത്ഭുത പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോ, അന്നുണ്ടായിരുന്ന മനുഷ്യരെല്ലാവരും കൂടി ഈ നാമം പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. യേശു എന്ന നാമം പറഞ്ഞാൽ ജീവിതത്തിൽ അത്ഭുതമുണ്ട്, ജീവിതത്തിൽ അടയാളമുണ്ട്. ഈ നാമം പത്രോസും യോഹന്നാനും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു ദൈവപ്രവൃത്തി നടത്തുന്നു. ഈ നടത്തിയ ദൈവപ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി ഈ നാമം സംസാരിക്കരുതെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ അന്നുണ്ടായിരുന്ന അധികാരികളോടും പുരോഹിതന്മാരോടും കൂടെ ഇങ്ങനെ പറയുകയാണ്, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ ആരെയും ഞങ്ങൾ അനുസരിക്കില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. നമുക്കും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം കർത്താവ് പറയാണ്, ദൈവത്തെ മാത്രമേ അനുസരിക്കാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അനുസരിക്കുന്ന ദൈവമക്കളായിട്ട് ദൈവസന്നിധിയിൽ വളർന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ അനുസരിക്കുന്ന ഒരു മകനായിട്ട് വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് അനുസരണമുള്ളവരായിട്ട് വേണം ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അനുസരണത്തിന്റെ ഒന്നാമത്തെ പടി നമുക്ക് കാണാം. ആത്മീയ വളർച്ചയിലേക്കുള്ള ഒന്നാമത്തെ ചവിട്ടുപടിയാണ് അനുസരണം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവ അനുഗ്രഹത്തിന്റെ അടിസ്ഥാന യോഗ്യതയാണ് അനുസരണം. അനുസരണത്തിന് രണ്ട് കാര്യമുണ്ട്. അത് ആത്മീയ വളർച്ചയിലേക്കുള്ള ചവിട്ടുപടിയാണ്. നമ്മൾ ആത്മാവിനെ അനുസരിക്കുമ്പോൾ, ഫിലിപ്പോസ് യേശു കർത്താവ് ദൈവം പറഞ്ഞ അല്ലെങ്കിൽ ആത്മാവിലുള്ള പ്രേരണ പ്രകാരം ഫിലിപ്പോസിനോട് പറഞ്ഞ ആ വചനം, ആ ശബ്ദത്തിന്റെ പിന്നാലെ പോകേണ്ട വഴികളെ അനുസരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതേപോലെ അനുസരിച്ചപ്പോഴാണ് അടുത്ത വഴി അവന് തുറന്നു കൊടുക്കുന്നത്. അനുസരിച്ചപ്പോഴാണ് അത് കഴിഞ്ഞിട്ടുള്ള വഴി അവന് തുറന്നു കൊടുക്കുന്നത്. അനുസരിക്കുന്നതോറുമാണ് നമ്മുടെ മുന്നിലേക്കുള്ള വഴി തുറക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറയുന്നത് കേൾക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കേൾക്കുന്ന വചനത്തെ അതേപോലെ തന്നെ ഹൃദയത്തിൽ സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്വീകരിച്ച വചനവും സ്വീകരിച്ച ശബ്ദം സ്വീകരിച്ച അഭിഷേകം അത് മുന്നോട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്ന പ്രവൃത്തിയാണ് അനുസരണം എന്ന് പറയുന്നത്. പൗലോസ് പറയുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ദൈവത്തിന്റെ മനസ്സറിയുന്നു, അതുകൊണ്ട് അവനെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ മനസ്സറിഞ്ഞിട്ട് വേണം യേശുക്രിസ്തുവിനെ പഠിപ്പിക്കുവാൻ, യേശുക്രിസ്തുവിൽ ജീവിക്കുവാൻ. അവനെ അറിയാതെ നമുക്ക് അനുസരിക്കാനും ജീവിക്കാനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിളിയും കൽപ്പനയും അനുസരിച്ചിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത സാഹചര്യമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുടങ്ങി വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന വചനം വരെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. എന്നാൽ അനുസരണക്കേടിലേക്കുള്ള ഒരു യാത്രയും കൂടെ നമുക്ക് ആദ്യം മുതലേ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം നിരോധിച്ചതിനെ ആസ്വദിക്കുന്നതാണ് അനുസരണക്കേട്. പ്രൈസ് ദി ലോർഡ്. ദൈവം അരുതെന്ന് പറഞ്ഞ എന്ത് കാര്യമാണോ അത് ചെയ്യാതിരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ. അത് ചെയ്ത നമുക്കറിയാം, ആദ്യ മാതാപിതാക്കളായ ആദത്തോടും ഹവ്വായോടും കർത്താവ് നല്ല ഒരു പറുദീസ ഒരുക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഈ പറുദീസയുടെ പ്രത്യേകത ദൈവത്തോട് കൂടെ ഉലാത്താൻ പറ്റുന്ന, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്ന, ദൈവത്തിന്റെ കൂടെ നടക്കാൻ കഴിയുന്ന, ദൈവത്തിന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്ന, ദൈവത്തിന്റെ ആത്മീയ അന്തരീക്ഷത്തിന്റെ അകത്തുള്ള ഒരു ജീവിത അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന സ്ഥലത്ത് നിന്ന് കർത്താവ് അരുതെന്ന് പറഞ്ഞതിലേക്ക് പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഹവ്വായെ അവിടുന്ന് പ്രലോഭനത്തിലേക്ക് കൊണ്ടുവന്ന് ആദ്യം തന്നെ പ്രലോഭനത്തിന്റെ ബന്ധനങ്ങൾ, ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പ്രലോഭനത്തിന്റെ ബന്ധനങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് കടത്തിവിട്ടിട്ട് അരുതെന്ന് പറഞ്ഞ, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യിപ്പിച്ചു. ഒന്നാമത്തെ അനുസരണക്കേട് ആരംഭിച്ചത്
പറുദീസയിലായിരുന്നു ആദ്യം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി ദൈവം നമ്മോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുന്നതാണ് അനുസരണക്കേട്. ദൈവം ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ദൈവം വചനം പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരോട് ദൈവത്തിന്റെ വചനം അറിയിക്കണമെന്ന് പറഞ്ഞാൽ, കർത്താവിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നതാണ് അനുസരണക്കേട്. നമുക്കറിയാം യോന പ്രവാചകനെ കുറിച്ച് യോനയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് നിനിവേയിലേക്ക് പോകാൻ വേണ്ടി യോനയോട് പറഞ്ഞപ്പോൾ യോന കർത്താവ് പറഞ്ഞത് അതേപോലെ പ്രവർത്തിക്കും, കർത്താവ് പറഞ്ഞത് അതേപോലെ ചെയ്യും. അതുകൊണ്ട് കർത്താവേ, നീ അതുപോലെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിനിവേ നശിപ്പിക്കാൻ പോകുകയാണ്. നിനിവേയിലുള്ള അത്രത്തോളം മനുഷ്യർ നശിച്ചു പോകാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോ യോന പ്രവാചകൻ ഒരു കുശലുമില്ല. ഹല്ലേലൂയ. ഇതാ കർത്താവ് പറഞ്ഞത്. ദൈവം നമ്മോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുന്നതാണ് അനുസരണക്കേട്. അവൻ എങ്ങോട്ട് പോയി? താർശീശിലേക്ക് പോയി. അവൻ കപ്പൽ കയറി. കപ്പലിന്റെ അകത്ത് അവന്റെ യാത്രകളിൽ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം പ്രശ്നങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, ഇത് അനുസരണക്കേട് ചെയ്യാൻ തുടങ്ങിയാൽ, അനുസരണക്കേട് ആരംഭിക്കുമ്പോൾ തുടങ്ങി പോകുന്ന വഴികളും പോകുന്ന ഭവനത്തിലും പോകുന്ന സ്ഥലത്തും പോകുന്ന ജോലി സ്ഥലത്തും പോകുന്ന ഇടങ്ങളിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായി ദൈവവചനം ലംഘിക്കുന്നതാണ് അനുസരണക്കേട്. ആമേൻ. ദൈവവചനത്തെ അപ്പാടെ എതിർക്കുന്നതാണ് അനുസരണക്കേട്. ആമേൻ. ദൈവവചനം ലംഘിച്ച് കടന്നു പോകുന്ന ഒരു പ്രവൃത്തി ജീവിതത്തിൽ വന്നാൽ അത് അനുസരണക്കേടിലേക്കാണ് പോകുന്നത്. കർത്താവ് പറയാണ്, എന്റെ വചനം വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും. കാരണം വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് പണ്ടുകാലത്ത് ഞങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തതല്ലേ, ഇനി അത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞാൽ വചനപ്രകാരം അത് അനുസരണക്കേടിലേക്ക് തന്നെ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുന്ന വഴികളെ കുറിച്ച് ബൈബിൾ പറയാം, ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് അനുസരണം എന്ന് പറയുന്നത്. വിശ്വാസം നമ്മുടെ അകത്തേക്ക് പ്രകാശിക്കുന്ന ഒന്നാണ് അനുസരണം. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ പ്രദർശനമാണ് അനുസരണം. 3, നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനോടുള്ള വലിയൊരു കൂട്ടായ്മയാണ് അനുസരണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 1 വിശ്വാസം, 2 സ്നേഹത്തിന്റെ പ്രദർശനം, 3 പരിശുദ്ധാത്മാവോടുള്ള വലിയൊരു കൂട്ടായ്മത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ അനുസരിക്കുന്ന ഒരു മകനായി അല്ലെങ്കിൽ ഒരു മകളായി ദൈവത്തിന്റെ വിളി കേട്ട് വളരാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കാരണം സമർപ്പണമുള്ളവരായി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മഹത്വം എന്നിലൂടെ തന്നെ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പൗലോസ് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവന്റെ ആ ശക്തിയുടെ പ്രദർശനം, അവന്റെ അഭിഷേകത്തിന്റെ പ്രദർശനം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, നമ്മിൽ പ്രവർത്തിക്കുന്ന അവന്റെ അത്ഭുത പ്രവൃത്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം തരുമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിനെ നമ്മൾ അനുസരിക്കണം. എനിക്ക് തരാമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം, ഇതെനിക്ക് തരാമെന്ന് പറഞ്ഞ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അനുസരണക്കേട് നമ്മുടെ ചരിത്രത്തെ പരിതാപകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഭാവിയെ ആശയച്ചതാക്കുന്നു. ശാപത്തിന് നിദാനമാകുവാൻ ഇടയാകും. പ്രതിഫല നഷ്ടത്തിന് കാരണമാകും. കാരണം അനുസരണക്കേട് മൂലം കുടുംബം വലിയ തകർച്ചയിലേക്ക് വരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം നമുക്ക് നോക്കിയാൽ ഏദൻ തോട്ടത്തിന്റെ അനുഭവമാണ്. അനുസരണക്കേട് കാണിച്ചപ്പോൾ തന്നെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, തോട്ടത്തിന് ചുറ്റും വേലിയൊരുക്കി. പ്രൈസ് ദി ലോർഡ്. തോട്ടത്തിലേക്ക് പ്രവേശനമില്ലാത്ത അവസ്ഥയിലേക്ക് ദൈവം മാറ്റി. ഇതുപോലെയാണ് ആത്മീയമായിട്ട് ദൈവത്തിന്റെ ആ കൃപയുടെ ഉള്ളിൽ നിന്ന് ആ ജീവിക്കുന്ന ദൈവമകൻ അതിൽ നിന്ന് പുറത്തു പോയോ അകത്തേക്ക് കടക്കണമെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത് പരിജ്ഞാനം പ്രാപിച്ചിട്ട്
പിന്തിരിഞ്ഞു പോയാൽ വീണ്ടും മാനസാന്തരത്തിലേക്ക് ദൈവപ്രകാശം ലഭിച്ച് ദൈവ അഭിഷേകം കിട്ടിയിട്ട് വീണ്ടും ഒരു യാഗം ശേഷിക്കാത്തത് കൊണ്ട് വീണ്ടും തിരിച്ചു വരാൻ പ്രയാസമാണ്. ആമേൻ, ഹല്ലേലൂയ. കിട്ടിയ വിളിയ്, കിട്ടിയ തെരഞ്ഞെടുപ്പ്, കിട്ടിയ അഭിഷേകം ഒന്നുകൂടി ജ്വലിപ്പിക്കണമേ, എന്നെ ഒന്നുകൂടി അഭിഷേകം ചെയ്യണമേ, ഒന്നുകൂടി എന്നെ പണിയണമേ, ഒന്നുകൂടി നിന്റെ കൃപയിൽ എന്നെ നടത്തണമേ, ഒന്നുകൂടി ഒരു പടി കൂടി അഭിഷേകത്തോടു കൂടെ ജീവിക്കാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതോടുമാണ് നമുക്ക് കർത്താവിനോട് കൂടെയുള്ള ജീവിതത്തിന്റെ വഴികളെ തുറന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആദോ ഹവ്വായും അനുസരണക്കേടിനാൽ അവർക്ക് നഷ്ടങ്ങളാണ് ഉണ്ടായിട്ട് ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. അനുസരണക്കേട് മൂലം നമുക്ക് കിട്ടേണ്ട അനുഭവങ്ങൾ, നമുക്ക് കിട്ടേണ്ട സന്തോഷങ്ങൾ, നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ, നമുക്ക് കിട്ടുന്ന ദൈവിക കൃപകൾ മുഴുവൻ നഷ്ടത്തിലേക്ക് പോകാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ശാമൂൽ എന്ന മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ രാജാവിന്റെ പദവിയിൽ നിന്ന്, രാജാവിൻ്റെതായ അധികാരത്തിൽ നിന്ന് അവന് പുറത്തു പോകേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അനുസരണക്കേട് എപ്പോഴും നമ്മളെ ആത്മീയ തലത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് വീണ്ടും ഒരു ചിന്തയിലേക്ക് പോകാം. ഭൂമിയിലെ ആദ്യത്തെ പാപം എന്ന് പറയുന്നത്, പ്രപഞ്ചത്തിലെ ആദ്യ പാപം ലൂസിഫറിന്റെ നിഗളമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിഗളമാണ് മാലാഖിയെ പിശാചാക്കിയത്. നമുക്ക് നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് എടുത്താട്ടെ. 14-ാം അധ്യായം എടുക്കുമ്പോൾ അതിന്റെ 12 മുതലുള്ള വചനഭാഗം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രപഞ്ചത്തിലെ ആദ്യ പാപം ലൂസിഫറിന്റെ നിഗളമായതുകൊണ്ട്. വായിക്കാമോ? ആമേൻ. എങ്ങനെയാ ഒന്നുകൂടെ വായിച്ചേ? അരുണോദയ പുത്രനായ ശുക്ര, എങ്ങനെ നീ ആകാശത്തു നിന്ന് വീണു? വീണ്ടും കണ്ടോ? അവൻ പറയാണ്, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ഹൃദയത്തിൽ നിഗളിച്ചപ്പോൾ അവനെ മുകളിൽ നിന്ന് ദൈവം താഴെ ഇറക്കി. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അനുസരിക്കാനുള്ളവരെ അനുസരണക്കേട്, ഞാൻ ദൈവത്തെക്കാൾ വലിയവനാകും. ഏതു മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ വലിയ കൃപാവരങ്ങളും വലിയ ദൈവിക ശുശ്രൂഷകളും വലിയ ദൈവിക വെളിപ്പാടുകളും ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തികളും ദൈവം തന്റെ മക്കളിലൂടെ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, ദൈവം തന്റെ ശുശ്രൂഷകളിലൂടെ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ദൈവം ഒരു വിശ്വാസിയിലൂടെ ചെയ്യാൻ തുടങ്ങുമ്പോൾ വിശ്വാസി വിചാരിക്കുക അതെന്റെ കഴിവാണ്, ഞാനാണ് പ്രാർത്ഥിക്കുന്നത്, എന്നിലൂടെയാണ് ദൈവം ചെയ്യുന്നത് എന്ന് വിചാരിക്കും. പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന ഒന്നാണ് നിഗളം, അഹങ്കാരം വരും. പ്രൈസ് ദി ലോർഡ്. ഞാനങ്ങ് പ്രാർത്ഥിച്ചാൽ എല്ലാം അങ്ങ് സംഭവിക്കും, ഞാനങ്ങ് പ്രാർത്ഥിച്ചാൽ സകലതും അങ്ങ് നടക്കും, ഞാൻ എന്ന ഒരു ചിന്ത നമ്മുടെ അകത്ത് എപ്പോൾ കടന്നു വരുമോ അപ്പോൾ മുതൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം അങ്ങ് കുറഞ്ഞു, ഞാൻ എന്ന ചിന്ത നമ്മളിൽ വളരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വലിയ സുവിശേഷത്തിന്റെ ആ തലപ്പത്തിരിക്കുന്ന ശുശ്രൂഷകർ വരെയും ആ തലപ്പത്തിൽ നിന്ന് നേരെ താഴോട്ട് പോകാൻ ഇടവന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ്? ഞാൻ എന്ന ഭാവം, കാരണം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ട മാനവും ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാം ദൈവത്തിന് കൊടുക്കാൻ, ദൈവത്തിനുള്ളത് ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കൊടുക്കേണ്ടത് ഞാനെന്ന മനുഷ്യന് അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്നെ മാലാഖയായിരുന്നിട്ട് പോലും അവനെ താഴെ ഇറക്കിയെങ്കിൽ നിസ്സാരനായി നമ്മളെ ദൈവം താഴെ ഇറക്കാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഭൂമിയിലെ ആദ്യത്തെ പാപം അനുസരണക്കേടായിരുന്നു. അത് ഏദോം തോട്ടത്തിലെ ആദ്യ മനുഷ്യരായിരുന്ന ആദവും ഹവ്വായും ദൈവത്തെ അനുസരിക്കാതെ പിശാചിന്റെ തന്ത്രത്തിൽ വീണുപോയി. പ്രൈസ് ദി ലോർഡ്. വിലക്കപ്പെട്ടത് ആസ്വദിച്ചു നോക്കുന്നതാണ് അനുസരണക്കേട്. പ്രൈസ് ദി ലോർഡ്. വിലക്കപ്പെട്ടതുണ്ട്,
പ്രൈസ് ദി ലോർഡ്. ജഡമോഹം ജീവിതത്തിന്റെ പ്രതാപം. ദൈവം അരുതെന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ ചെയ്യാൻ തുടങ്ങിയാൽ ദൈവം വിലക്കിയതിനെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം സമ്മതിക്കുകയില്ല. ദൈവം അരുതെന്ന് പറഞ്ഞ അരുതെന്ന് തന്നെയാണ്. കണ്ണുകൊണ്ട് അരുതാത്തത് കാണണ്ട, കാതുകൊണ്ട് അരുതാത്തത് കേൾക്കണ്ട, നാവുകൊണ്ട് അരുതാത്തത് പറയണ്ട. ജഡം ശുദ്ധീകരിക്കപ്പെടേണ്ടതാ. നിന്റെ ആലയം, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയം തന്നെയാണ്. ഇതിൽ ദൈവം വസിക്കുന്നതാണ്. ദൈവം വസിക്കുന്ന ആലയത്തെ നശിപ്പിച്ചാൽ ദൈവം നമ്മളെ നശിപ്പിക്കും എന്നത് ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തോടുള്ള അനുസരണക്കേടിന്റെ ഒരു ദുരാത്മാവ് അന്നു മുതലേ മനുഷ്യനിൽ വ്യാപരിക്കുന്നു എന്ന് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം അനുസരണക്കേടിന്റെ ആത്മാവിൽ, പ്രൈസ് ദി ലോർഡ്, കാരണം അനുസരണക്കേടിന് ഒരു ആത്മാവുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും അനുസരിക്കേണ്ടതിന് പകരം അനുസരണക്കേടിലേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അനുസരണം കേടുണ്ടായാൽ എന്താണ്? ആയുസ് തന്നെ കുറയും. പ്രൈസ് ദി ലോർഡ്. ദീർഘായുസ് കിട്ടേണ്ടതിന് പകരം ആയുസ് തന്നെ കുറയും. അതുകൊണ്ടാണ് അനുസരണക്കേടിന്റെ ആത്മാവ് കടന്നു വരും. അത് എപ്പോഴും നമ്മളെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അശുദ്ധിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു വീട്ടിൽ വൃത്തിഹീനമായിട്ടുണ്ടെങ്കിൽ ആ വീട് എന്ത് ചെയ്യണം? അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കി കഴുകി എല്ലാം ക്ലീൻ ആക്കണം. അതിന്റെ അകത്തുള്ള സ്മെല്ല് മുഴുവന് വീട്ടിൽ നിന്ന് കഴുകി വൃത്തിയാക്കി കഴിയുമ്പോഴാണ് വീടിന്റെ അകത്ത് ശുദ്ധി വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പാപത്തിൻ്റെതായ അഴുക്കുകളെ മുഴുവനും യേശുവിന്റെ കാൽവരിയിലെ രക്തത്താൽ നമുക്ക് വേണ്ടി കഴുകി നമ്മെ ശുദ്ധീകരിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമുക്ക് കാണാം യേശുവിന്റെ അനുസരണവും. ആദ്യം നമുക്ക് കാണാം, ആദ്യം ആയിട്ട് പരീക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ പാപത്തിലേക്ക് പോകാൻ കഴിഞ്ഞത് ആദ്യ മാതാപിതാക്കളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ പരീക്ഷയിൽ അവർ പരാജയപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ പരീക്ഷയിൽ യേശു ക്രിസ്തു ജയാളിയായിട്ടാണ് വന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം ഒന്ന് എടുക്കാം നമുക്ക്. 5-ാം അധ്യായം എടുത്ത് ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ ഹെബ്രായ ലേഖനം എടുക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 8-9 വചനഭാഗം ഒന്ന് നോക്കിക്കേ. ഹെബ്രായ ലേഖനം 5-ന്റെ 8-9 വചനഭാഗം. പുത്രനെങ്കിലും കേട്ടോ, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന. കണ്ടോ, ഇവിടെയുണ്ട്. ഒന്ന്, യേശുക്രിസ്തു പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഒരു സ്തോത്രം പറയാതിരിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവേഷ്ടം ചെയ്യുന്നതാണ് അനുസരണം എന്നത് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. യേശു എന്താ ചെയ്യുന്നത്? ദൈവേഷ്ടം മാത്രമേ ചെയ്തുള്ളൂ. നമ്മൾ ദൈവത്തെ അനുസരിക്കണം. ദൈവത്തിന്റെ ഇഷ്ടം മാത്രമേ ചെയ്യുവാൻ നമ്മൾ ഇടയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശു അവന് ഇഷ്ടമുള്ളതൊന്നും അവൻ കയറി ചെയ്തില്ല. 1 യോഹന്നാന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 17-ാമത് നോക്കിയേ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവേഷ്ടം ചെയ്യുന്നവന് എന്നും എപ്പോഴും ഉണ്ടാകും കർത്താവിനോട് കൂടെ. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. പിതാവ് പറയുവാൻ പറഞ്ഞതല്ലാതെ യേശു സ്വന്തമായി ഒന്നും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പിതാവ് ചെയ്യാൻ പറഞ്ഞതല്ലാതെ യേശു ഒന്നും ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. പിതാവ് ആഗ്രഹിച്ചിടത്ത് യേശു എപ്പോഴും ആയിരുന്നു. ആമേൻ. ദൈവേഷ്ടത്തിന് വെളിയിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ യേശു ഓടി നടന്നില്ല.
നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതവും ദൈവവിളിയും നിറവേറ്റുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അനേകം കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മുന്നിലുണ്ടാകും. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതത്തിന് അപ്പുറത്തേക്ക് മനുഷ്യൻ ഓടിച്ചെല്ലുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടമാണ് യേശുക്രിസ്തു ചെയ്തതെങ്കിൽ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കളായ നമ്മൾ. ഹല്ലേലൂയ. എനിക്ക് എന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി എന്നെ ദൈവം വിളിച്ചിട്ടില്ല. കാരണം പത്രോസിനെ നോക്കിയാൽ പത്രോസിന്റെ ഇഷ്ടം മീൻപിടുത്തമായിരുന്നു. പത്രോസ് മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കർത്താവ് പത്രോസിനെ വിളിച്ചത്. ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് അവനെ കൂടത്തി കൂട്ടി. മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് കൂടത്തി കൂട്ടിയിട്ട് എങ്ങനെ മനുഷ്യരെ പിടിക്കുന്നവര് ആകുമെന്ന് അതുവരെ അറിയില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് എപ്പോഴാണ് ഒരാളുടെ അകത്തേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും എല്ലാം അങ്ങ് മാറും. അവന്റെ പ്രാർത്ഥന മാറും, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ മാറും, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം മാറും. അവന് കർത്താവിന് ഇഷ്ടം ചെയ്യേണ്ട സ്ഥലങ്ങളിലേക്ക് അവൻ വളർന്നു വരാൻ ദൈവം ഇടയാക്കും. സ്വന്തം ഇഷ്ടങ്ങളെല്ലാം അങ്ങോട്ട് ഒഴിവാക്കും. സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇച്ഛകളെല്ലാം അങ്ങ് വിട്ടുകളയും. ദൈവത്തിന്റെ ഇച്ഛയും ദൈവത്തിന്റെ ഇഷ്ടവും മാത്രം നമ്മൾ നോക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കാണാം പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ അനുസരണത്തെ കുറിച്ച് കാണാം. ദൈവം വിളിച്ച് ഇറങ്ങുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം അനുസരിച്ചു. തന്റെ പാരമ്പര്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾ വിട്ട് അബ്രഹാം ഇറങ്ങി. അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രധാനമായി ദൈവം അവനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അബ്രഹാമിന്റെ സന്തതി പരമ്പരയിലൂടെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ലോകത്തിലേക്ക് വന്നു. ഏറ്റവും ഉപരി അബ്രഹാമിന്റെ വംശത്തിൽ ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ കർത്താവ് ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം യേശു ക്രിസ്തു പൂജാതനായി, അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന വാചകത്തോടു കൂടെയാണ് പുതിയ നിയമം ആരംഭിക്കുക തന്നെ ചെയ്യുന്നത്. ഹല്ലേലൂയ. കാരണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിലുള്ള പാരമ്പര്യങ്ങളും അന്ധവിശ്വാസങ്ങളും മുഴുവനും ഉപേക്ഷിച്ചു. ഒരു അന്ധവിശ്വാസം പോലും അവന്റെ ജീവിതത്തിൽ വെച്ചില്ല. കർത്താവ് എന്തു പറഞ്ഞോ അത് മാത്രം ചെയ്തു. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പരിചിതമായ ബന്ധങ്ങളെ വേണ്ടി വന്നാൽ വിച്ഛേദിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനായി ഇറങ്ങുന്നവരായി മുന്നോട്ട് പോകണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് ഞാനും എന്റെ കർത്താവുമായിട്ട്. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള അകലം കുറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അടുക്കാൻ തുടങ്ങും. യേശുവിനെ അനുസരിക്കുമ്പോഴുള്ള സന്തോഷത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു സന്തോഷം നൽകുവാൻ ലോകത്തിന് ആർക്കും കഴിയത്തില്ല എന്ന കർത്താവ് നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. ഈ സന്തോഷം അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര സ്തോത്രം പറഞ്ഞാലും, എത്ര നന്ദി പറഞ്ഞാലും, എത്ര സ്തുതിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും മതിയാകത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമുക്ക് വീണ്ടും വിശ്വാസത്തിന്റെ തെളിവുകളിലേക്ക് ഒന്ന് കടന്നു പോകാം. കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ബൈബിളിൽ വിശ്വസിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വിശ്വാസമാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ വിശ്വസിക്കുവാൻ കൂടുതൽ അനുസരിക്കുന്നു. കുറച്ച് വിശ്വസിക്കുന്നവൻ കുറച്ച് അനുസരിക്കുന്നു. കൂടുതൽ വിശ്വസിക്കുന്നവൻ കൂടുതൽ അനുസരിക്കുന്നു. വിശ്വസിക്കുന്നവൻ വരും വരായികളെ നോക്കാതെ കർത്താവിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. മോശയെ ദൈവം വിളിച്ചു, അവൻ വിളി കേട്ടു. ഹെറോവിന്റെ നടുവിൽ വിളി കേട്ടിട്ട് കത്തി അമരുന്ന തീയിടം ആ തീ കണ്ടിട്ട് അവൻ ഹെറോവിന്റെ അടുക്കിലേക്ക് അവൻ നടന്നു ചെല്ലുക. അവൻ നടന്നു ചെല്ലുമ്പോ അവിടെ അവൻ വരുന്നത് കണ്ടപ്പോ ദൈവം അവനോട് പറയുകയാണ്, ആ തീയുടെ നടുവിൽ നിന്നൊരു ശബ്ദം, മോശേ മോശേ, നിന്റെ കാലിലെ ചെരുപ്പ് നീ അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു. പ്രൈസ് ദി ലോർഡ്.
മോശ അത് കേട്ടിട്ടാണ് ആ ചെരുപ്പ് അഴിച്ചു മാറ്റിയിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് മോശയെ ദൈവം ആ ഇസ്രായേൽ അടിമത്തത്തിൽ കഴിഞ്ഞ, ആ ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ആ ഇസ്രായേൽ മക്കളെ പേരും പാലും ഒഴുകുന്ന ഒരു കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവരുമ്പോൾ മോശ പറയുന്ന ഒരു ഒറ്റ കാര്യമുണ്ട്: കർത്താവേ, എനിക്കൊരു യോഗ്യതയുമില്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിക്കനാണേ, എനിക്ക് തടിച്ച നാവാണുള്ളത്, എനിക്ക് സംസാര ശേഷിയില്ല, നീ പറയുന്നത് അവരോട് പറയാൻ എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാനാ നിന്നെ വിളിച്ചത്, നീ എന്നെ അനുസരിക്കുക. മോശ ദൈവത്തെ അനുസരിച്ചു. മോശ സംസാരിക്കുന്നതിന് പകരം സംസാരിക്കാൻ അഹരോനെ ദൈവം കൊടുത്തു. മോശയെ ദൈവം വിട്ടു. മോശ ഫറവോനെതിരെ മോശ നിൽക്കാനും പറയുവാനും അത്ഭുതം ചെയ്യിപ്പിക്കുന്ന ദൈവത്തിന്റെ കൂടെ നിന്നു. മോശ ദൈവത്തെ അനുസരിച്ചു. പ്രൈസ് ദി ലോർഡ്. വഴിയില്ലാതെ ചെങ്കടലിലെ തീരം നിന്നപ്പോൾ വഴിയില്ലാത്ത മോശയ്ക്ക് ദൈവം വഴി തുറന്നു കൊടുക്കുന്നു. മോശയെ ദൈവം ചേരും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് രാത്രിയിൽ ദിവസവും പകൽ മേഘത്തോടുമായി ദൈവം പരിപാലിച്ചു കൊണ്ടുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു AC സംവിധാനമായിരുന്നു കർത്താവിൻ്റെത്. ദൈവമക്കൾക്ക് എന്നെ കൊടുത്തത് ചൂടുന്നവന്. ദൈവമക്കളുടെ പ്രത്യേകത എന്താണ്? രാത്രി ദീപമാണ്. അത് ആര് കൊടുത്തു? സ്വർഗം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പകല് ചൂടുള്ള സമയത്ത് മേഘത്തിന്റെ സംരക്ഷണം. പ്രൈസ് ദി ലോർഡ്. വലിയ ആത്മീയ അന്തരീക്ഷത്തിന്റെ നടുവിൽ അവർക്ക് വിശന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ട കാടപ്പക്ഷിയും മഞ്ഞയും കൊടുക്കുന്നു. അവർക്ക് ദാഹിച്ചപ്പോൾ പാറ പിളർന്ന് വെള്ളം കൊടുക്കുന്നു. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നു. നീ അനുസരിച്ച് നീ ഇറങ്ങി തിരിച്ചാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. മടിയില്ലാതെ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ മതി, അവൻ നമ്മളെ നോക്കിക്കൊള്ളും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആകാശത്തിലെ പക്ഷികളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, അവയെ ഞാൻ ദൈവം പറയാൻ ഞാൻ തീറ്റിപ്പോട്ടുന്നു. അവയേക്കാൾ എത്രയോ വിശേഷതയുള്ളവരായ ദൈവമക്കളെ വിളിച്ച് നിർത്തി ദൈവം എന്റെ വേല ചെയ്യണം, എന്നെ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വരും വരായികളെ നോക്കണ്ട, എന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. നീ അങ്ങനെ ശിഷ്യന്മാർ ചോദിക്കുക, നിന്റെ പിന്നാലെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൈസ് ദി ലോർഡ്. കിട്ടേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തൊരു ദൈവം, കിട്ടേണ്ടത് എന്താണെന്ന് അവർക്ക് ചെയ്തു കൊടുത്തൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ആരും തരാത്തത് ഞാൻ തരാമെന്നാ യേശു പറഞ്ഞത്. ആരും കൊടുക്കാത്തത് കൊടുക്കുന്ന ഒരു ദൈവം 100 ഇരട്ടി പ്രതിഫലം കൊടുത്ത് സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു പ്രധാന സ്ഥലവും ഒരുക്കി. എനിക്ക് വേണ്ടി ജീവിച്ചോ, ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞത് ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് മാത്രമേ നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ഹൃദയപൂർവ്വം ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? അവന് ഹൃദയപൂർവ്വം അവന്റെ കൂടെ ഒന്ന് ജീവിക്കാൻ കഴിയുമോ? ഹൃദയപൂർവ്വം അവന്റെ ഇഷ്ടത്തെ പ്രാപിക്കാൻ കഴിയുമോ? മറ്റൊന്നും നമുക്ക് വേണ്ട. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച് വിടുമ്പോൾ അവന്റെ കൂടെ ജീവിക്കാനുള്ള വിളിയാ നമുക്ക് കിട്ടിയത്. യേശു പറയാണ്, സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ പകർന്നു തന്ന കർത്താവ്, ആ ജീവന്റെ കൃപയിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് യേശു കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 21-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം നോക്കുമ്പോൾ 15 മുതലുള്ള വചനഭാഗത്ത് യേശു കർത്താവ് പറയാണ്, എന്റെ കൂടെ നീ 3.5 വർഷക്കാലം വന്നില്ലേ? ഇവിടെ നോക്കിക്കേ, യേശുവിന്റെ കൂടെ 3.5 വർഷക്കാലം വന്നില്ലേ? വന്നു. 3.5 വർഷക്കാലം നീ അറിഞ്ഞു, അനുഭവിച്ചു, എന്റെ കൂടെ ജീവിച്ചു. എന്നാൽ നിനക്കൊരു സത്യം മനസ്സിലായില്ല, ഞാൻ ആരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വിട്ടപ്പോൾ നീ പോയി അത്ഭുതം ചെയ്തു. ഞാൻ പറഞ്ഞു വിട്ടപ്പോൾ നീ പോയി ദൈവവചനം പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു വിട്ടപ്പോൾ നീ കുറെ കാര്യങ്ങൾ ചെയ്തു. നിനക്ക് എന്നെ മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്നെ ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ വെറും ഒരു പീറ സ്ത്രീയുടെ മുന്നിൽ
ഒരു സാധാരണക്കാരി ഒരു സ്ത്രീയുടെ മുമ്പിൽ ഞാൻ അവനെ നീ ഗലീലക്കാരനല്ലേ, നീ യേശുവിന്റെ കൂടെ അല്ലേ ഉള്ളവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനെ അറിയില്ലെന്ന് നീ പറഞ്ഞില്ലേ? നീ പറഞ്ഞിട്ട് എങ്ങോട്ടാ നീ പോയത്? നീ എന്നെ തള്ളിപ്പറഞ്ഞു. അപ്പോഴാ കോഴി കൂവുന്നത്. നീ എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇതാ ഞാൻ നിന്നെ നോക്കിയായിരുന്നു. തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിനക്ക് മനസ്സിലായത് ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ എന്നെ തള്ളി പറയുമെന്ന് യേശു മുന്നമേ പറഞ്ഞായിരുന്നു. ആരോട്? പത്രോസിനോട്. ഇന്ന് നമ്മോട് കർത്താവ് പറയുകയാണ്, ഇതാ പ്രലോഭകൻ നിന്റെ കൂടെ വരും. നിങ്ങൾ എന്നെ തള്ളി പറയാനുള്ള സാധ്യതകൾ ഉണ്ടാകും. നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുക്കുന്ന സാധ്യതകൾ ഉണ്ടാകും. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോകുന്ന സാധ്യതകൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പത്രോസ് പറയാണ്, കർത്താവേ അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോ കർത്താവ് പറയാണ്, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളി പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ തള്ളിപ്പറഞ്ഞ ആ പത്രോസ് ആ മീൻ പിടിക്കാൻ പോയപ്പോൾ കർത്താവ് പറയാണ്, പത്രോസിന്റെ അടുക്കൽ ചെന്നു. അവൻ കർത്താവിനെയും ഉപേക്ഷിച്ച് പഴയ വള്ളവും വലയും എടുത്ത് അവൻ തിബിരിയോസ് എന്ന കടൽ തീരത്ത് പോയി മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ രാത്രി മുഴുവൻ വല വീശി. ഒന്ന് ഞാൻ പറയാ, കർത്താവില്ലാതെ പോയി നീ അധ്വാനിച്ചാൽ നിന്റെ ഫലം 0 ആയിരിക്കും. കർത്താവാണ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് കിട്ടുന്ന ഫലം ഹീറോയായിരിക്കും, വലുതായിരിക്കും. കാരണം കർത്താവ് പറഞ്ഞിടത്ത് വലയിറക്കി, വല വലിച്ചു, വല നിറയെ മത്സ്യം കിട്ടി. ആ കർത്താവ് തന്നെ അവർക്ക് ഈ അപ്പവും ആ മത്സ്യവും ചുട്ട് അവർക്ക് പ്രാതൽ കൊടുത്തു. അതിനുശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വചനം പറയുന്നത്. ഒന്ന് വായിക്കാമോ? 15 മുതൽ. പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമിയോൻ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന കാര്യമാണ്, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, കർത്താവ് പറയാണ്, നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. രണ്ടാം വട്ടം എന്റെ ആടുകളെ പാലിക്കുക. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് കണ്ടോ? ഒന്നാം വട്ടം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ കുഴപ്പമില്ല, ഞാൻ സ്നേഹിക്കുന്നു. രണ്ടാം വട്ടം ചോദിച്ചപ്പോ കർത്താവേ. മൂന്നാം വട്ടം ചോദിച്ചപ്പോൾ അവന് മനസ്സിലായി, ഞാൻ പറഞ്ഞത് മുഴുവനും എന്റെ ജീവിതത്തിൽ പരാജയം വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്നേഹിക്കുന്നു, തള്ളിപ്പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തള്ളിപ്പറഞ്ഞു. മൂന്നാമതവൻ പറയാണ്, കർത്താവേ നീ എല്ലാം അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ പറയുന്നതല്ല, ദൈവം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ചെയ്യുന്നതല്ല, ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആ പത്രോസ് മൂന്നാമത് കേട്ട് അവൻ കരയുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, നീ എന്റെ ആടുകളെ മേയ്പ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് ആരാധനയിലൂടെയാകണം. രണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നത് അനുസരണത്തിലൂടെയാകണം. മൂന്ന്, കർത്താവിനെ സ്നേഹിക്കുന്നത് തന്റെ ആടുകളെ പാലിക്കുന്നതിലൂടെയാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടതാ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അതരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചോണം. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചോണം, എപ്പോഴും നിങ്ങൾ ആരാധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സ്നേഹിക്കുക എന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാണ്? കള്ളന. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാതിരിക്കുന്നു? കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുന്നവൻ ആരാണ്? കള്ളനാണ്. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വചനത്തിലാണ് അത് പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൽപ്പനകളെ പാലിക്കാത്ത മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. സ്നേഹത്തിന്റെ തെറ്റിപ്പോകാത്ത അടയാളമാണ് അനുസരണമെന്ന് ക്രിസ്തു പലതവണ ആവർത്തിച്ചു പറഞ്ഞു. പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നമുക്ക് വേണ്ടി പാപങ്ങളെ വഹിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ മുഴുവൻ രക്ഷിക്കാൻ തക്കവണ്ണം നമ്മുടെ പാപങ്ങളെ പേറി യേശു കർത്താവ് കാൽവരിയിൽ കയറി നമുക്ക് വേണ്ടി തന്റെ ശരീരം കീറി മുറിച്ച് ആ രക്തത്താൽ നമ്മുടെ പാപക്കറകളെ മുഴുവൻ തുടച്ചു നീക്കി അവൻ രക്ഷിച്ചു നമ്മുടെ കടങ്ങളും പാപങ്ങളും എല്ലാം വിടുവിച്ച കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കേട്ട ഒരു കഥ ഞാൻ ഇങ്ങനെ പറയാൻ ഇടയാകാം. നെപ്പോളിയന്റെ സൈന്യത്തിലുള്ള ഒരു പട്ടാളക്കാരന് അവന്റെ ജീവിതത്തിൽ അവന്റേതായ മോശം പ്രവൃത്തി മൂലം, വഴിവിട്ട ജീവിതം മൂലം, സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും കുടുംബപരമായിട്ടും ഭയങ്കരമായി അവൻ തകർന്നു. ഭയങ്കര മദ്യപാനിയും ഭയങ്കരമായ മോശം സ്വഭാവത്തിന്റെ ഉടമയായി കടത്തിന്റെ മേൽ കടം കയറി അസ്വസ്ഥനായിരിക്കുക. അവൻ തീരുമാനിക്കുകയാണ്, ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട, കുടുംബത്തിലുള്ളവർക്കും വേണ്ട, കൂട്ടുകാർക്കും വേണ്ട, കൂടെ ജോലി ചെയ്യുന്നവർക്കും എന്നെ വേണ്ട. ഞാൻ വെറും പരിഹാസനായിട്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? എന്നാൽ ആ മനുഷ്യൻ ഇങ്ങനെ തീരുമാനമെടുക്കുക, ഞാൻ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതുകയാണ്. ഞാൻ മരിക്കാൻ പോവുകയാണ്, അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. ഞാൻ ചെയ്ത സകല തെറ്റുമാണ്, ഞാൻ വഴിവിട്ടുള്ള ജീവിതം മൂലമാണ്, ഞാൻ മൂലമാണ് ഈ കടം മുഴുവൻ വരുത്തി വച്ചിരിക്കുന്നത്, ഞാനാണ് എല്ലാത്തിനും കാരണക്കാരനെന്ന് പറഞ്ഞ് ഒത്തിരി മദ്യപിച്ച ശേഷം ചെറിയ ഇരുണ്ട വെളിച്ചത്തിന്റെ നടുവിൽ ആ മനുഷ്യൻ ഇതെല്ലാം എഴുതി. മദ്യപാനം കൂടിയത് കൊണ്ട് എഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഇരുന്നിടത്തിരുന്ന് ഉറങ്ങിപ്പോയി. നെപ്പോളിയൻ ആകട്ടെ രാത്രിയിൽ ഇങ്ങനെ ചുറ്റി നടന്നു നോക്കുമ്പോൾ ഒരു ഇരുണ്ട വെളിച്ചത്ത് ഒരാൾ മാത്രം ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആത്മഹത്യക്കുറിപ്പുമായിട്ട് ഒരാൾ ഇരുന്ന് ഉറങ്ങുന്നു. ആ കടലാസ് എടുത്ത് നോക്കി, എന്നിട്ട് അടിയിൽ ഇങ്ങനെ എഴുതി, നിന്റെ സകല കടങ്ങളും ഇന്ന് ഞാൻ വീട്ടിൽ തീർത്തോളാം, നീ ഈ കടത്തെ കുറിച്ച് ഒന്നും ഇനി ചിന്തിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അന്ന് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് കയ്യിലൊരു കടലാസുമായി അവൻ നിൽക്കുന്നു. വായിച്ചു നോക്കുമ്പോൾ നെപ്പോളിയൻ എഴുതുന്നു, നിന്റെ കട മുഴുവൻ ഞാൻ വീട്ടിൽ തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നു മുതൽ നീ ആയി സാധാരണ ഒരു പട്ടാളക്കാരനായ നീ, നിനക്ക് ഇന്നു മുതൽ ഞാൻ സ്ഥാനക്കയറ്റം തരാൻ പോകുകയാണ്. നീ എന്റെ ആ വിശ്വസ്ത ഭടനായി എന്നോട് കൂടെ ഇരിക്കണം എന്നുള്ള കാര്യമാണ് എഴുതി ചേർത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തകർന്ന മനുഷ്യന്റെ തകർച്ച ഒരു നിമിഷം കൊണ്ട് നെപ്പോളിയൻ മുഴുവൻ മാറ്റിക്കൊടുത്തെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി എന്നെ മകനെന്ന പദവിയിലേക്ക് അവൻ മാറ്റി തന്നെങ്കിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മുതൽ അവൻ പറഞ്ഞതിനെ ഒന്ന് അനുസരിക്കാൻ പറ്റുമോ? ഒന്ന്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യോഹന്നാൻ 14:15 പറയുകയാണ്, സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ മുതൽ കൽപ്പനകൾ അനുസരിക്കാൻ നെപ്പോളിയന്റെ ആ സൈന്യത്തിലുള്ള മനുഷ്യൻ തുടങ്ങിയെങ്കിൽ, ഇന്ന് ക്രിസ്തുയേശുവിന്റെ മക്കളായ നമ്മൾ അവന്റെ ഭാരങ്ങളും കടങ്ങളും കുറവുകളും രോഗങ്ങളും വിടുവിക്കാൻ മതിയായവനാണെന്ന് എന്നോട് എഴുതി തന്ന് എനിക്ക് വേണ്ടി സകലതിനെയും വീട്ടിൽ തന്നവന് എന്റെ കൂടെ ഇരിക്കുന്നു. നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, അവനെ നമ്മൾ സ്നേഹിക്കണം, അവന്റെ കൽപ്പന നമ്മൾ കാത്തുകൊള്ളണം. രണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാകും. രണ്ടാമത് എന്താ പറഞ്ഞത്? കൂടുതലൊന്നും ചെയ്യണ്ട, ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. സാധാരണഗതിയിൽ യോഹന്നാൻ 15:14 പറയാണ്, യോഹന്നാന്റെ 14:15, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാകും. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നതിനാണ് കൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവേ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് നമ്മൾ പറയുന്നത്. കർത്താവ് പറയുന്നത്,
നിനക്ക് പറ്റിയ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നീ ചെയ്തോ? ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നോട് കൂടെ 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് നീ ചെയ്തോ? ചെയ്തില്ല. എന്നോട് കൂടെ 1 മണിക്കൂർ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നോ? കഴിയുമായിരുന്നു. നീ ചെയ്തോ? ഇല്ല. ചെയ്യാത്തതുകൊണ്ട് എന്ത് പറ്റി? നീ എന്റെ സ്നേഹിതനല്ലാതെ പോയി. കാരണം നീ എന്നെ തള്ളി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായി നമുക്ക് കാണാം, നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പന പാലിക്കും. രണ്ട്, നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാകും. 3, എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കും. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കണം, കൽപ്പനകൾ പ്രമാണിക്കണം, സ്നേഹത്തിൽ വസിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനോടുള്ള നമ്മുടെ സ്നേഹം ഇരിക്കുന്നത് എവിടെയാ? ഹൃദയത്തിലാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹൃദയം ആർക്കും കൊടുക്കരുത്. ഹൃദയം ആർക്കും കൊടുത്തേക്കല്ല. അത് ആർക്കുള്ളതാ? യേശുവിനുള്ളതാ ഹൃദയം. പ്രൈസ് ദി ലോർഡ്. സ്നേഹം നിന്റെ ഹൃദയത്തിലാണ് അത് വെളിപ്പെടുന്നത്. ദൈവേഷ്ടം അനുസരിക്കുന്നതിലൂടെയാണ് അത് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ ഒരു ഉടമയായി വേണം ക്രിസ്തുവിൽ ജീവിക്കാൻ. 1 യോഹന്നാന്റെ ലേഖനം നമുക്ക് എടുക്കാം. 5-ാം അധ്യായത്തിന്റെ 3-ാം വചനം ഇങ്ങനെ പറയുന്നത്, സ്നേഹത്തിന്റെ അപ്പസ്തോലനായ യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിലുള്ളോ അല്ലോ ദൈവത്തിനോടുള്ള സ്നേഹം. എന്താണ്? കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. കാരണം അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൽപ്പനകൾ നാം പ്രമാണിച്ചു അവന് പ്രസാദമുള്ള ചെയ്തുകൊണ്ട് എന്ത് യാചിച്ചാലും അവന് നിങ്ങൾക്ക് ലഭിക്കും. 1 യോഹന്നാൻ 3:22 നോക്കിക്കേ. ദൈവത്തിന്റെ കൽപ്പനകൾ അവിടുത്തെ മനസ്സിന്റെ ഇഷ്ടങ്ങളാണ്. ഹല്ലേലൂയ. 3:22 വായിച്ചേ. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് ആ. അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് ആ. എന്ത് യാചിച്ചാലും കണ്ടോ? അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്താൽ എന്ത് യാചിച്ചാലും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കണമെന്ന്, അവന് പ്രസാദമുള്ളത് ചെയ്യണം. 2, നീ എന്ത് ചോദിച്ചാലും നിനക്കത് കിട്ടും. ആര് പറഞ്ഞത്? കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് നോക്കാം. സ്നേഹം വേരാണ്, അനുസരണം ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹം എന്താണ്? വേരാണ്. ആറ്റരികത്ത് നട്ട വൃക്ഷം, അതിന്റെ വേര് എങ്ങോട്ടാ പോകുന്നത്? വെള്ളത്തിലേക്കാണ്. സ്നേഹം എങ്ങോട്ടാ പോകുന്നത്? സ്നേഹം ആത്മകൃപയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഒരു മനുഷ്യന് വേണ്ടതെല്ലാം സ്നേഹത്തിലൂടെയാണ് വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അടിസ്ഥാനമുണ്ട്, ഉറപ്പുണ്ട്. സ്നേഹം എന്ന വേര് ഒരാളെ ഉറപ്പിക്കുന്നെങ്കിൽ മാത്രമേ അവന് നേരെ നിൽക്കാൻ കഴിയത്തുള്ളൂ, അവന് ഫലം കൊടുക്കാൻ കഴിയത്തുള്ളൂ, അവന് ജീവൻ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്നേഹം കുറഞ്ഞാൽ അവന് ബലം കുറയും, കാറ്റടിച്ചാൽ അവൻ വീഴും. പ്രൈസ് ദി ലോർഡ്. അവന്റെ മേലേക്ക് വന്നടിച്ചാൽ അവൻ തകർന്നു പോകും. അതാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വചനഭാഗത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരാൾ ഭവനം പണിതു, ആ ഭവനത്തിന്മേൽ കാറ്റടിച്ചു, അതിന്മേൽ വന്നലച്ചു, അത് വെള്ളം പൊങ്ങി, അത് തകർന്നു പോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. എന്നാൽ അടിസ്ഥാനം ഉറച്ചതിന്റെ മേൽ വന്ന് കാറ്റടിച്ചാൽ അനങ്ങോ? ഇല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് സ്നേഹം വേരാണെന്ന്. അത് ബൈബിൾ പറഞ്ഞത്. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനഭാഗം ഒന്ന് വായിക്കാമെന്ന് നമുക്ക് മനസ്സിലാകും. ഒരുവരെ വിശ്വാസത്തിലും ആത്മീയതയിലും മടുപ്പ് വരുത്താതെ നിർത്തുന്നത് യേശുവിനോടുള്ള അവന്റെ ദൈവസ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 11-ന്റെ 1 നോക്കിക്കേ. ആവർത്തന പുസ്തകം 11-ന്റെ 1 വായിക്കുക.
കണ്ടോ, ദൈവമായ കർത്താവിനെ അനുസരിക്കണം. Praise the Lord. അനുസരിക്കുമ്പോഴാണ് അതിന്റെ ഫലം നമ്മളിൽ അനുഭവിക്കാൻ ദൈവം ഇടയാക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ ഫലമുള്ളവരാക്കുന്നതും യേശുവിനോടുള്ള സ്നേഹമാണ്. യേശുവിന്റെ ഒരു യഥാർത്ഥ ശിഷ്യൻ ലോകത്തെയും ജഡത്തെയും പിശാചിനെയും അതിജീവിച്ച് ക്രിസ്തുവിന്റെ ശിഷ്യനായി അവൻ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൻകാര്യങ്ങൾ ചെയ്യണമെന്ന ആഴമേറിയ ആഗ്രഹം നമുക്കുണ്ടാകുന്നതും അവിടുത്തേക്കുള്ള അളവറ്റ സ്നേഹം മൂലമാണ്. സ്നേഹിക്കുന്നവരിലൂടെയാണ് ദൈവം ശക്തമായി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. സ്നേഹിക്കുന്നവൻ അവനെ കൂടുതൽ അനുസരിക്കാൻ തുടങ്ങും. ഭയങ്കര അനുസരണമുള്ളവരെ നമുക്ക് തന്നെ നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം എന്താണെന്ന് അറിയാമോ? പറയുന്നതെല്ലാം അനുസരിക്കുക എന്നതാണ്. എനിക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ, അപ്പനോട് ഭയങ്കര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ, അപ്പൻ മോനെ ഇങ്ങോട്ട് വാ മോനെ എന്ന് പറഞ്ഞാൽ എന്തിനാ എന്ന് ചോദിക്കുകയില്ല. എന്തുകൊണ്ടാ? സ്നേഹിക്കുന്ന മകൻ സ്നേഹിക്കുന്ന അപ്പനോട് എങ്ങനെയായിരിക്കും? പറയുമ്പോൾ അതുപോലെ അനുസരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മക്കളെ വിളിച്ചാൽ മോനെ എന്ന് വിളിച്ചാൽ അവൻ ദൂരെ നിന്ന് എന്തോ ഒന്ന് വിളി കേൾക്കും. എന്തിനാണ് വിളിക്കുന്നത്? അടുത്ത കാര്യം പറയാനാണ്. പ്രൈസ് ദി ലോർഡ്. അത് കേൾക്കണമെങ്കിൽ എങ്ങോട്ട് വരണം? വിളിക്കുന്നവന്റെ അടുക്കലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പഴയ നിയമത്തിൽ ശമൂവേൽ പ്രവാചകൻ ഒരു ശബ്ദം കേൾക്കുകയാണ്. ശമൂവേലേ ശമൂവേലേ എന്നുള്ള വിളിക്കുന്ന ശബ്ദം. ഏലി പുരോഹിതന്റെ അടുക്കിലേക്ക് അവർ ഓടിച്ചെല്ലുകയാണ്. വിളിച്ചോ, കാരണം അത്രയും സ്നേഹിക്കുന്നുണ്ട്. പുരോഹിതനെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. പുരോഹിതൻ പറഞ്ഞു ഞാൻ വിളിച്ചില്ല. രണ്ടാമതും വിളി കേട്ടു. വീണ്ടും പുരോഹിതന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. പുരോഹിതൻ പറഞ്ഞു വിളിച്ചില്ല. മൂന്നാമത് വിളിക്കുമ്പോൾ ഇതാ പുരോഹിതൻ പറയാണ് അടിയൻ ഇതാ അരുളി ചെയ്താലും എന്ന് പറഞ്ഞേക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിളിച്ചത് ഈ ലോകത്തിൽ ആരുമല്ല. നിന്നെ വിളിച്ചത് സാക്ഷാൽ ദൈവമായ കർത്താവാണ് നിന്നെ വിളിച്ചത്. ശമൂവേൽ പറഞ്ഞു അടിയൻ ഇതാ അരുളി ചെയ്താലും. പ്രൈസ് ദി ലോർഡ്. അരുളിപ്പാടിന്റെ ശബ്ദം അവന്റെ കാതുകളിൽ വന്ന് പതിച്ചു. അവനത് കേൾക്കാൻ ഇടവന്നു. സ്നേഹിക്കുന്നവനെ ദൈവം വിളിക്കും. അവനെ ദൈവം പരിപാലിക്കും. അവന് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കും. സ്നേഹിക്കാമോ അവനെ? പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കാത്തവൻ ആരും അനുസരിക്കില്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാത്രമേ ദൈവത്തെ അനുസരിക്കുകയുള്ളൂ. ദൈവത്തിന്റെ സ്നേഹം അത്രയും വലുതാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിലേക്കാണ് നമ്മളെ ദൈവം വിളിച്ചത്. എന്തിനാ? അനുസരിക്കുന്ന ഒരു മകനായി ജീവിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ കൽപ്പന ഭാരമുള്ളവയല്ല. കാരണം 1 യോഹന്നാന്റെ ലേഖനത്തില് 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം 3-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? ദൈവത്തിന്റെ കൽപ്പന ഭാരമുള്ളവ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. ആ, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. കണ്ടോ, ദൈവത്തോടുള്ള സ്നേഹം എന്താണ്? പ്രമാണിക്കുന്നതാണ്. അവന്റെ കൽപ്പനകളോ എന്താണ്? ഭാരമുള്ളവയല്ല. ബാക്കി ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. കണ്ടോ, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവനൊക്കെ എന്താണ്? ലോകത്തെ ജയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ജയിക്കാൻ അല്ല, നമുക്ക് ലോകത്തെ ജയിക്കണമെങ്കിൽ ലോകത്തെ ജയിച്ച ജയമോ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം എത്രേ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമം പറയുന്നു ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പനകൾക്ക് നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരത്തുമുള്ളതുമല്ല. ആവർത്തന പുസ്തകം 30:11 പറയാണ് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പനകൾക്ക് നിനക്ക് എന്തില്ല? പ്രയാസമില്ല. പുതിയ നിയമത്തിൽ യോഹന്നാനിലൂടെ യേശു പറയാണ് ഇത് ഭാരമില്ല. ആവർത്തന പുസ്തകത്തിൽ അവിടുന്ന് ദൈവം പറയാണ് ഇതിന് പ്രയാസമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിന് പ്രയാസമുള്ളതല്ല, അത് ദൂരത്തുമായുള്ളതുമല്ല, നിന്റെ സമീപത്തായിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. കാരണം റോമാലേഖനത്തിൽ 10:8 വചനം നിനക്ക് സമീപസ്ഥമായിരിക്കുന്നു, അത് നിന്റെ അതരത്തിലും ഹൃദയത്തിലുമുണ്ട്. യേശുവിനെ കർത്താവാണെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരത്തിൽ ഏറ്റുപറയണം. ഹല്ലേലൂയ. എന്താണ് ഇത് പറഞ്ഞത്? ഇത് ഭാരമില്ലാത്തത്.
കാരണം മത്തായി 11:30 പറയാണ്, അവന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. അവൻ നമുക്ക് വേണ്ടി ചുമന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ വഹിച്ച ദൈവമാണ്, നമ്മളെ അവിടുന്ന് അനുഗ്രഹിച്ച ദൈവമാണ്. നമുക്ക് വേണ്ടി അവന്റെ സ്നേഹം, അവന്റെ കൽപ്പന, അവന്റെ അഭിഷേകം, അവന്റെ ശക്തി, അവന്റെ കൃപ, അവന്റെ ജ്ഞാനം, അവന്റെ സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ അവൻ പകർന്നു തന്നു. ഒന്ന് പറഞ്ഞേ, പകർന്നു തന്നു. ഒന്ന് പറഞ്ഞേ, പകർന്നു തന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വലിയ ആത്മീയ പകർച്ചയിലേക്കാണ് നമ്മളെ ദൈവം കൊണ്ടുപോകുന്നത്. ദൈവത്തോട് സ്നേഹമുള്ളവർ വചനം വായിക്കുമ്പോൾ അനുസരിക്കേണ്ടത് എന്തെങ്കിലും കൽപ്പനകൾ ഉണ്ടോ എന്ന് എന്ത് ചെയ്യും? പരിശോധിച്ചു നോക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. വചനം രാവിലെ വായിക്കുമ്പോൾ എന്നോട് ദൈവത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കും. കാരണം ദൈവത്തിന്റെ വചനത്തിന് എന്തുണ്ട്? ജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം കൽപ്പനകൾ മാത്രം നിറഞ്ഞ പുസ്തകമല്ല, അതിനേക്കാൾ ഉപരി ജീവൻ നിറഞ്ഞ പുസ്തകമാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നമ്മുടെ ചെവികൾ തുളയപ്പെട്ടിരിക്കുന്നതും ദൈവശബ്ദം കേൾക്കുവാനും ദൈവശബ്ദത്തിൽ കേട്ട് അനുസരിച്ച് ജീവിക്കുവാനും ആ ശബ്ദം നമ്മുടെ കാതുകളിലേക്ക് ദൈവം കൊണ്ടുവന്ന് തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല പിതാവ് മക്കളോട് എപ്പോഴും കൽപ്പനകളും ആജ്ഞകളും മാത്രം നൽകിക്കൊണ്ടിരിക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന്റെ ജീവൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വചന ധ്യാനത്തിലൂടെ നാം സ്വീകരിക്കുന്ന ദൈവത്തിന്റെ ജീവൻ നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ആത്മീയ ജീവൻ, പുതിയ വെളിപ്പാടുകൾ, പുതിയ ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം വെളിപ്പെടുത്തുവാൻ ഇടവരും. ഹല്ലേലൂയ. കാരണം ദൈവേഷ്ടം ചെയ്തും ദൈവവചനത്തിൽ ഇരിക്കുന്നവർക്കോ ഈ വെളിപ്പാടിന്റെ മഹത്വത്തെ ആസ്വദിക്കുവാനും കഴിയത്തുള്ളൂ. നമുക്ക് യിരെമ്യാവിന്റെ പുസ്തകം എടുക്കാം. 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം പറയാം, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് യിരെമ്യാവ് പറയുന്നു. ആ ജീവൻ സ്വീകരിക്കുന്ന കാര്യമാണ് അവൻ അവിടെ വ്യക്തമാക്കുന്നത്. എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ വചനങ്ങൾ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. കണ്ടോ? വചനത്തിൽ എന്ത് തരും? നിനക്ക് സന്തോഷം തരും, നിന്റെ ഹൃദയത്തിന് ആനന്ദവും തരും. ഈ വചനം നീ എന്ത് ചെയ്യണം? കണ്ടെത്തി ഭക്ഷിക്കണം. ഇത് നമുക്കൊരു ഭക്ഷണമാണ്. ഇത് നമുക്ക് ജീവൻ തരുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വചനം എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലേ? വചനം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അനുസരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവചന ഭാഗങ്ങളിൽ കർത്താവ് നമ്മളോട് ശ്രദ്ധയോട് കേട്ട് അനുസരിക്കുന്നവരെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ അനുസരിക്കും? അനുസരിക്കാതെ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കും? ആമേൻ. 3 കാര്യങ്ങൾ നോക്കിക്കേ. ശ്രദ്ധിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ അനുസരിക്കും? അനുസരിക്കാതെ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവവചനമാകുന്ന ബൈബിൾ പവിത്ര പുസ്തകമായി നമ്മുടെ കയ്യിലോ വീട്ടിലോ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തോ നമ്മുടെ ആരാധനാലയത്തിലോ എവിടെയെങ്കിലും കൊണ്ടേ വെച്ചിട്ട് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം തുറന്നു വെക്കുക. വചനം എന്നാ പറയുന്നത്? ഞാൻ വന്നിരിക്കുന്നത് ജീവൻ തരുവാനും അത് സമർത്ഥമായി നൽകുവാനുമാണെന്ന് പറഞ്ഞ ആ പുസ്തകത്തെ എല്ലാവരും വന്ന് അതിന് ചുംബനം കൊടുത്തു പോയാൽ ആ ഭാഗം കുറച്ചു നേരം കഴിയുമ്പോ, കുറെ പേര് കഴിയുമ്പോ ആ ഭാഗം വെളുത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിന്റെ ജീവൻ ആ ബൈബിൾ എടുത്ത് ചുംബനം കൊടുത്താൽ കിട്ടുമോ? കിട്ടുമോ? കിട്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. ആ വചനം ധ്യാനിക്കണം. ആ വചനത്തിൽ നമ്മൾ ആയിരിക്കണം. എന്നോട് എന്താണ് എനിക്ക് കർത്താവേ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കണം. ആ വചനത്തിന്റെ വെളിപ്പാട് നമ്മളെ നിറയോളം നമ്മൾ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ ജീവൻ ആത്മാവിലൂടെ അല്ലാതെ നമ്മുടെ അകത്തേക്ക് വെളിപ്പെട്ട് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം സങ്കീർത്തന പുസ്തകത്തിന്റെ 119-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വചനം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വചനം ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജീവനുള്ള വചനം ഹൃദയത്തിൽ വർദ്ധിക്കുന്തോറും ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാൻ സാധിക്കുന്നു.
Praise the Lord. ഈ വചനം എവിടെ ഉണ്ടായിരിക്കണം? ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഈ വചനം ഹൃദയത്തിൽ വർദ്ധിക്കുന്നവർ എന്ത് ചെയ്യല? പാപം ചെയ്യാതിരിക്കും. Praise the Lord. നിന്റെ ഹൃദയത്തിൽ വചനമില്ലെങ്കിൽ നീ ഭയങ്കരമായി കോപിഷ്ഠനാകും. നീ ഭയങ്കരമായി ചീത്തവാക്കുകൾ പറയും. നീ ഭയങ്കരമായി നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യും. വചനം നിനക്ക് ഉള്ളിലേക്ക് കടന്നു വന്നാൽ ജീവൻ നിന്റെ അകത്ത് കത്തും. Praise the Lord. ഒന്ന്, വചനം ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. കാരണം ജീവനുള്ള വചനം ഹൃദയത്തിൽ വർദ്ധിക്കുന്നവരും ദൈവത്തോട് പാപം ചെയ്യാതിരിക്കും. രണ്ട്, വചനം നാവിലുണ്ടായിരിക്കണം. വചനം എവിടെ ഉണ്ടായിരിക്കണം? അതരത്തിലും ഹൃദയത്തിലും അത് ഉണ്ടാകണം. വചനം എവിടെ ഉണ്ടാകണം? വചനം നാവിലുണ്ടാകണം. വചനം കൊണ്ട് വിശ്വാസത്തോടെ ഉച്ചരിക്കുമ്പോൾ ആര് പുറത്തു പോകണം? പിശാച് പുറത്തു പോകണം, രോഗം പുറത്തു പോകണം, ബന്ധനങ്ങൾ പുറത്തു പോകണം, അനുഗ്രഹങ്ങൾ കടന്നു വരണം, കുടുംബത്തിൽ സമാധാനം വരണം, ജീവിതത്തിൽ സന്തോഷം വരണം, ജീവിതത്തിൽ അനുഗ്രഹം വരണം. ദൈവത്തിന്റെ ശക്തി കടന്നു വരുന്നത് അനുഭവിക്കാൻ കഴിയും ഈ വചനം അകത്തേക്ക് കടന്നു വന്നാൽ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിന്റെ 30-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം പറയാ, നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്തും നിന്റെ വായിലും ഹൃദയത്തിലും തന്നെ ഇരിക്കണം. എങ്ങനെ? അനുസരിക്കാൻ തക്കവണ്ണം വചനം എവിടെ ഇരിക്കണം? നിന്റെ സമീപത്ത്, നിന്റെ വായിലും ഹൃദയത്തിലും വചനം ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. വചനം ദൂരെ ഇരുന്നാൽ നിനക്ക് ഇത് അനുസരിക്കാൻ പറ്റാതെ വരും. നിന്റെ വചനം, എന്റെ വചനം നിന്റെ നാവിലും ഹൃദയത്തിലും അത് ഇരുന്നാൽ നിനക്ക് അനുസരിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തിയൊന്ന് പ്രാർത്ഥിച്ചേ. അനുസരിക്കുന്ന, ഭാരമില്ലാത്ത, ബലപ്പെടുത്തുന്ന, സുഖപ്പെടുത്തുന്ന, ബന്ധനങ്ങൾ അഴിക്കുന്ന, കെട്ടുകൾ പൊട്ടിക്കുന്ന, രോഗങ്ങളും ദുഃഖങ്ങളും മാറ്റുന്ന, സമാധാനം തരുന്ന, അഭിഷേകത്തിലേക്ക് കൊണ്ടുപോകുന്ന, ശക്തി പകർന്നു തരുന്ന അഭിഷേകത്തിന്റെ വചനത്തിന്റെ കൃപയെ അടിയന്റെ ഉള്ളിലേക്ക് പകർന്നു തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അകത്തേക്ക് പകർന്നു തരണമേ എന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ അകത്തേക്ക് വചനം വന്ന് നിറയട്ടെ. ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തു പോകട്ടെ. ഉള്ളിലുള്ള കെട്ടുകളെല്ലാം അഴിഞ്ഞു മാറട്ടെ. എന്റെ അഭിഷേകത്തിന്റെ അഗ്നിയിലൊന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ വചനം അതുപോലെ നമ്മളെ നയിക്കും. വീണ്ടും ഈ വചനത്തിലേക്ക് പോകുമ്പോൾ അനുഗ്രഹം എന്നേക്ക് നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്ക് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വചനഭാഗത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം അനുഗ്രഹിക്കപ്പെടുമെന്നും അതിനുള്ള വ്യവസ്ഥകൾ ദൈവം ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമാണ്. എന്താണ്? ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ കേട്ടനുസരിക്കണം. 5 കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 5 കാര്യങ്ങളെ കുറിച്ച്. ഒന്ന്, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം നോക്കാം. 5 കാര്യങ്ങളാണ്. 1-ാമത്തെ വചനം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന എന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ അനുസരിച്ച് നടന്ന എന്ത് ചെയ്യും? നിന്റെ ദൈവമായ യഹോവ നിന്റെ ഭൂമിയിലുള്ള സർവ്വ ജനങ്ങൾക്കും ഉന്നതമാക്കും. ഇല്ലേ? അനുസരിച്ച് നടന്നാൽ എന്താക്കും? നിന്നെ സർവ്വജനത്തിനും ഉന്നതനാക്കും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നാമതായി അവന്റെ വചനം ശ്രദ്ധയോടെ കേട്ടാൽ, അതനുസരിച്ച് നടന്നാൽ നീ ഉന്നതനാകും. ഒന്ന് പറഞ്ഞേ, ഞാൻ ഉന്നതനാകും. ആരിൽ? വചനം കേട്ടനുസരിച്ച് നടന്ന്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് 28-ന്റെ 2-ാമത്തെ വചനം തന്നെ നോക്കിക്കേ. 2-ാമത്തെ വചനം കണ്ടോ? കേട്ടനുസരിച്ചാൽ രണ്ടാമത് കിട്ടുന്നത് എന്താണ്? എന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നിനക്ക് കിട്ടും. ഈ വചനം കേട്ടനുസരിച്ചാൽ എന്ത് കിട്ടും? ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ കിട്ടും. മൂന്നാമതായി യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ, അത് 28-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ
നീ എനിക്കൊരു വിശുദ്ധ ജനമാകും. Praise the Lord. ഈ വചനം കേട്ട് അനുസരിച്ചാൽ എന്ത് കിട്ടും? വിശുദ്ധ ജനമായി മാറും. Praise the Lord. വീണ്ടും 4-ാമത് നോക്കിക്കേ, 28:13 നോക്കിക്കേ. 28:13. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. അതിന്റെ അർത്ഥം എന്നാ? നീ താഴെയുള്ളവനല്ല, നീ ഉയരമുള്ളവനായി, അല്ലെങ്കിൽ നിന്നെ ഉന്നതനാക്കും ഞാനെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും 5-ാമതായി പറയുന്നു, അവിടെ ആവർത്തന പുസ്തകം 28:14 വായിച്ചേ. ആവർത്തനം 28. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങൾ യാതൊന്നെങ്കിലും വിട്ട് അന്യദേവങ്ങളെ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? നീ ശ്രദ്ധ വെച്ച് കേൾക്കണം. ഇത് ഈ 5 കാര്യങ്ങൾ ഹൃദയത്തിൽ ഇരിക്കണം. എന്താ 1-ാമത്തെ കാര്യം പറഞ്ഞത്? നീ എന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജനങ്ങൾക്കും ഉന്നതനാക്കും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ വെച്ച് കേൾക്കേണ്ട വചനമാ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. 5-ാമതായി കർത്താവ് പറയാ, അന്യദേവങ്ങളെ നീ ആരാധിക്കാതെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവചനം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാ പുസ്തകം 30:20. ഇതാ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. പിന്നെ നിന്നൊരു ശബ്ദം, ഇതാണ് വഴി, ഇതിലെ പോകുക. ഹല്ലേലൂയ. ഈ ശബ്ദം നിന്റെ കാതുകളിലേക്കാ വന്ന് പതിക്കുന്നത്. ഈ അനുഗ്രഹം നീ ഇന്ന് പ്രാപിക്കണം. ഇതിനു വേണ്ടിയ കർത്താവ് ഈ വചനം നമ്മോട് പറയുന്നത്. ഈ വചനം അനുസരിക്കുന്ന ഒരു ദൈവ പൈതൽ അനുസരണമുള്ള ദൈവ മക്കളായി വളരേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം നമുക്ക് തരണമെങ്കിൽ അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് പകർന്നു തന്നതുപോലെ, പ്രൈസ് ദി ലോർഡ്, ഇത് കർത്താവ് പിതാവായി ദൈവം അബ്രാഹാമിന് കൊടുത്ത സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശുവിലൂടെ തന്റെ മക്കളായി നമുക്ക് പകർന്നു തന്നത്. ഈ പകർന്നു തന്ന അനുഗ്രഹങ്ങൾ അനുസരിച്ച് അവന്റെ വചനത്തെ കേട്ട് വിശ്വസ്തനായി നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അവൻ നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ വിശുദ്ധ ജനമാക്കും എന്നുള്ളത് ഒരു ആത്മീയ അനുഗ്രഹമാണ്. നമുക്ക് ദൈവം നൽകിയിട്ട് നമ്മളെ കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ശ്രദ്ധ വെച്ച് കേട്ടോണം. ഇത് രാപ്പകൽ ധ്യാനിച്ചോണം. ധ്യാനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂട് പിടിക്കും, അഭിഷേകം ഇറങ്ങും, ബന്ധനങ്ങൾ പൊട്ടും, കെട്ടുകൾ അഴിയും. ഈ വചന സകല മനുഷ്യന്റെ ഹൃദയത്തെ വിടുവിക്കും. ഈ വചന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും, പരിവർത്തനമുണ്ടാക്കും, ചലനമുണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മളെ എപ്പോഴും ആത്മാവിൽ വർദ്ധനവ് വരുത്തിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആത്മാവിന്റെ വർദ്ധനവിലേക്കാണ്. വചനം ശ്രദ്ധയോടെ കേട്ട് പ്രമാണിക്കാതിരുന്നിട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആവർത്തിച്ച് ഉരുവിട്ടിട്ട് യാതൊരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തത്? വചനം കേട്ട് അനുസരിക്കാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള സ്നേഹം, അവനുള്ള വിശ്വാസവും വിശുദ്ധിയും താഴ്മയെല്ലാം ശരിയായ അനുപാതത്തിൽ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, മാറ്റിവെക്കാത്ത വിധത്തിലേക്കുള്ള ഒരു അഭിഷേകത്തിന്റെ പടിയിലേക്കാണ് നിന്നെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം മാരക രോഗം വന്നാൽ ചികിത്സ നാം മാറ്റിവെക്കാറില്ല. കാരണം അത് ജീവനെ തന്നെ ബാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ആത്മീയ ജീവനെ ബാധിക്കുന്ന കാര്യമാണ് ദൈവകൽപ്പനയുടെ അനുസരണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മാറ്റിവെക്കാൻ പറ്റിയ 2-3 കാര്യമുണ്ട്. ആരാധന മാറ്റിവെക്കാൻ പറ്റും, പ്രാർത്ഥന മാറ്റിവെക്കാൻ പറ്റും, വചന ധ്യാനവും വചനഘോഷണവും കേൾക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഒരു മാരക രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ പറ്റുമോ? പോകാതിരുന്ന എന്ത് സംഭവിക്കും?
ആള് തട്ടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഡോക്ടറെ അടുക്കൽ ചെന്നു, വൈദ്യശാസ്ത്രത്തിന് ചികിത്സയില്ല, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോക്കോ, ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ഒരു ദൈവമല്ലേ ഉള്ളൂ, ദൈവത്തോട് പ്രാർത്ഥിച്ചോ എന്ന് പറയുമ്പോ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് കളയുമ്പോൾ ചിന്തിക്കും, ആരാണ് പ്രാർത്ഥിക്കുന്ന ആള്? ഇത്രയും നാളും പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നു, ആരാധനയ്ക്ക് പോകാൻ അവസരം കിട്ടിയിട്ട് ആരാധനയ്ക്ക് പോകാതിരുന്നു. എന്നാൽ ഇന്നിതാ ഞാൻ ആരാധനയ്ക്ക് പോകുന്ന വിധത്തിലേക്ക് ഞാൻ വലിയൊരു മാരക രോഗത്തിൽ, വലിയ കുടുംബ പ്രശ്നത്തിൽ, വലിയ തകർച്ചയിൽ, വലിയ അസ്വസ്ഥയിലാകുന്നു. എന്താ വഴി? പ്രൈസ് ദി ലോർഡ്. എന്നെ സഹായിക്കാൻ ആരുമില്ല. ഡോക്ടർമാരടക്കം സകല മനുഷ്യനും കൈവിടുമ്പോൾ കൈപിടിക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ, അവൻ പിടിച്ചാൽ വിടില്ല. അവൻ പിടിച്ചെടുത്ത് അനേകർ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട്. 38 വർഷക്കാലം തളർവാദം പിടിപെട്ടവനെ യേശു കർത്താവ് കൈക്ക് പിടിച്ചു, അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ തന്റെ കിടക്കയും എടുത്തു നടന്നു. ജന്മനാ അന്ധനായ മനുഷ്യനോട് പറഞ്ഞു, നീ പോയി ശിലാഹായി പോയി കഴുകാൻ പറഞ്ഞപ്പോൾ അവൻ പോയി കഴുകി. പ്രൈസ് ദി ലോർഡ്. കഴുകിയപ്പോൾ മുതൽ അവൻ കാഴ്ചയുള്ളവനായി. ഇതാ ശവമഞ്ചവുമായി കടന്നു വന്നവന്റെ ശവമഞ്ചത്തെ തൊട്ടിട്ട് പറയാണ്, ആ ശവമഞ്ചത്തെ അടിയറക്ക് ആ മാലികയോട് എഴുന്നേറ്റ് നടക്കാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, അതുപോലെ സംഭവിക്കും. പ്രിയമുള്ളവരെ, ലാസറിന്റെ കുഴിക്കടവിൽ കുഴിമാടത്തിന്റെ അരികിൽ ചെന്നുകൊണ്ട് കർത്താവ് പറയാണ്, വൈദ്യശാസ്ത്രം മുഴുവൻ ഉപേക്ഷിച്ച് രോഗത്തിന്റെ അവസ്ഥയിൽ കടന്ന് മരിച്ച് 4 ദിവസമായി നാറ്റം ഒഴിപ്പിക്കുന്ന അവസ്ഥയിൽ വന്നപ്പോഴാണ് ആ കുടുംബത്തിൽ ചെന്ന് അവരുടെ വേദനയോടുകൂടെ വേദനിച്ച് അവൻ കരഞ്ഞു. ബൈബിളിൽ ഒറ്റ പ്രാവശ്യമോ യേശു കരഞ്ഞതായി ബൈബിൾ പറയുന്നത്. അത് ലാസറിന്റെ മരണമായിരുന്നു. ആ ലാസറിന്റെ മരണം, ആ കരച്ചിൽ കഴിഞ്ഞ് കുഴിമാടത്തിൽ ചെന്നുകൊണ്ട് യേശു കർത്താവ് ലാസറോട് പറയാ, ലാസറേ എന്താ പുറത്തു വരെ പറഞ്ഞപാടെ പുറത്തു വന്നു. ഈ ഒരു കർത്താവാണ് നമ്മുടെ യേശു. അവന്റെ വചനം പ്രമാണിക്കണം, അവന്റെ വചനം അനുസരിക്കണം, അവന്റെ വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണം, അവന്റെ വചനം ധ്യാനിക്കണം, അവനോട് കൂടെ ജീവിക്കണം, അവനോട് കൂടെ ജീവിക്കണം. ആവർത്തിച്ച് പറയണം, അവനോട് കൂടെ എനിക്ക് ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അധികാരവും പണവും നമ്മുടെ സ്വാധീനവും നമ്മുടെ കഴിവുകളും നമ്മുടെ ജ്ഞാനവും നമ്മുടെ വിദ്യാഭ്യാസവും ഒരിക്കലും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. പ്രിയമുള്ളവരെ, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ 66 പുസ്തകത്തെ നമ്മളൊന്ന് കർത്താവിന്റെ മുമ്പിൽ ഒന്ന് എടുത്തു വെച്ച്, കർത്താവേ ഇതിന്റെ അകത്തെ ചുരുളുകള് പരപ്പൊരുളുകള് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. വചനം കേൾക്കാൻ ഒരു മനസ്സാകണം. ഈ വചനം നിന്റെ ജീവിതത്തെ മാറ്റുന്ന വചനമാ. ഇത് എന്റെ ജീവിതത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വചനം എന്നെ മാറ്റണം, ഈ വചനം എന്നെ ബലപ്പെടുത്തണം, ഈ വചനം എന്നെ ശക്തിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ് യേശു ക്രിസ്തുവിന്റെ വചനം. ആമേൻ. പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം നമുക്ക് ദൈവത്തോടുള്ള അനുസരണമാണ്. നമ്മൾ ദൈവത്തെ അനുസരിച്ചാൽ പിശാച് നാണം കെട്ടുപോകും. നമ്മൾ ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ പിശാച് നമ്മുടെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അവന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ സാത്താൻ നിസ്സഹായനായി അവൻ പിന്നോട്ട് പോകും. നാം യേശുവിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ ദുഷ്ടപിശാചിന് എതിരെ മറ്റൊരു ആയുധം ഉപയോഗിക്കേണ്ട, അവൻ തന്നെ പരാജയപ്പെട്ടു പോകുന്നത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. റോമ 8:31 കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരും എനിക്കെതിരെ നിൽക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം യേശു കർത്താവ് അത്ഭുതങ്ങൾ നടക്കേണ്ടതിന് സാധാരണമായ ചില വാക്കുകളാണ്. കാഴ്ച പ്രാപിക്കട്ടെ, അപ്പോൾ കാഴ്ച പ്രാപിച്ചു. എഴുന്നേറ്റ് നടക്കട്ടെ, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടന്നു. ലാസറെ പുറത്തു വരട്ടെ, ലാസർ പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. ബാലെ എഴുന്നേൽക്കുക, അവിടെ മരിച്ച ബാല എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ കാതുകൾ തുറന്നു വന്നു. ഇവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. നമുക്കറിയാം, കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു കർത്താവ് ആ ഭവനത്തിൽ വീഞ്ഞ് തീർന്നു പോയിട്ട് യേശു ആ ഭവനത്തിൽ വീഞ്ഞുണ്ടാകട്ടെ എന്നൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞത് കാലിയായിരിക്കുന്ന 6 കൽപാത്രങ്ങൾ എടുത്ത് വെള്ളം നിറയ്ക്കാൻ
കൽപ്പിച്ചു. അവർ കൽപ്പിച്ചത് അനുസരിച്ചു. അതിനെ വീണ്ടും കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി വിരുന്നുവാഴികൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. യേശു കൽപ്പിച്ചത് അവർ ചെയ്തത് മാത്രമേ ഉള്ളൂ. വെള്ളം വീഞ്ഞായി മാറി. കണ്ടോ, അവന്റെ വചനത്തിൽ അവന്റെ കൽപ്പനകളെ ഒന്ന് അനുസരിക്കാമോ? നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും ഏതാണോ കുറവ് വന്നിരിക്കുന്നത്, അവിടെ ഒരു പരിഹാസത്തിന്റെ സമയമുണ്ടായേനെ, അവിടെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായേനെ. വീഞ്ഞ് തീർന്നുപോയ ആ വിവാദ വീട്ടിൽ എല്ലാവരും പറഞ്ഞു ഭക്ഷണം തീർന്നുപോയി എന്ന് പരിഹസിക്കുന്ന ഇടയിലാണ് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നത്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കടഭാരങ്ങൾ കൊണ്ട് മൂടി എന്തു വിട്ടാലും കടം തീരാത്ത വണ്ണം, എന്ത് ചെയ്താലും കടം വീഴാത്ത അവസ്ഥയിലാണെങ്കിൽ ഈ വചനം ഒന്ന് അനുസരിക്കാമെങ്കിൽ കർത്താവ് തന്നെ കടം വീട്ടി തരും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കോടികളാണോ കടമെങ്കിൽ കോടികൾ കടം വീട്ടാൻ കഴിയുന്നവന്റെ വചനത്തിന്റെ കൽപ്പന ചെയ്തു തരാമെന്ന് പറഞ്ഞത് അനുസരിച്ചാൽ മതി. സ്തോത്രം പറഞ്ഞേ. അവന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക്, ഒന്നിച്ചൊന്ന് ആരാധിക്കാൻ നമുക്ക്, ഒന്നിച്ചൊന്ന് നന്ദി പറയാൻ നമുക്ക്. കാരണം ഏറ്റവും വലുതായി കർത്താവ് പറയാണ്, അവൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, അവൻ നമ്മളോട് നടക്കാൻ പറഞ്ഞാൽ അനുസരിച്ചാൽ മതി. പത്രോസിനോട് നടക്കാൻ പറഞ്ഞപ്പോ പത്രോസ് അതനുസരിച്ചു. നമ്മളും നടക്കാൻ പറഞ്ഞ കടലിന് വീതി നടക്കും, ഏത് വഴിയിലും നടക്കും. ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈ വചനം അനുസരിക്കുന്ന പഴയ നിയമത്തിൽ അപ്പസ്തോലനായ പഴയ നിയമത്തിൽ അബ്രാഹാം അനുസരിച്ചു, പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാർ അനുസരിച്ചു. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളായി നമ്മൾ ഈ വചനത്തെ ഒന്ന് അനുസരിക്കാമോ? ആത്മാവിനെ ഒന്ന് അനുസരിക്കാമോ? ദൈവ വചനത്തെ നിറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാമോ? ആത്മാവിൽ നിറഞ്ഞൊന്ന് ആരാധിക്കാമോ? ആ കർത്താവിനോടുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു, അത്ഭുതങ്ങൾ വരുത്തുന്നു, കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങൾ മാറ്റുന്നു, ജീവിതത്തിന്റെ അന്തരീക്ഷങ്ങൾ മാറ്റുന്നു, ലോകത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു, ജീവിതത്തിന്റെ പരാജയങ്ങൾ മാറുന്നു. യേശുവിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന യേശുവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ അന്ധകാര കെട്ടുകളും, രോഗത്തിന്റെ ബന്ധനങ്ങള്, ശരീരത്തിന്റെ കെട്ടുകള്, തിന്മയുടെ സ്വാധീനങ്ങള്, മാരക രോഗങ്ങൾ, ക്യാൻസർ, ട്യൂമർ, യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ശരീരത്തിലുള്ള രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ, യൂറിൻ സംബന്ധമായ രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ, ശരീരത്തിന്റെ അലർജികൾ, എല്ലാ രോഗത്തിന്റെ കെട്ടുകള് യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തിയാൽ വിട്ടുപോകട്ടെ. ഓ ഇഖാലാബ ഹല്ലേലൂയ. ഓ നദിയോട് ഞങ്ങൾ